രഹസ്യമായ പ്രക്രിയയിലൂടെയല്ല കേരളത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തുടർഭരണത്തിന്റെ നേട്ടമാണിത്. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് വൻതോതിൽ നിക്ഷേപം വരുമെന്നും കുവൈറ്റ് പൗരാവലിയുടെ സ്വീകരണ ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഏതൊരു മലയാളിക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യം, എന്റെ നാട് അതിദാരിദ്ര്യം മുക്തമാക്കിയ നാട് എന്ന അഭിമാനം ഏത് മലയാളിക്കും ഉൾക്കൊള്ളാൻ കഴിയുന്നതാണ്. ഒരു സംശയവുമില്ല, ഇത് നേടാൻ നല്ല സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഭരണ സംവിധാനത്തിന് മാത്രമേ കഴിയൂ. അത് വേണ്ടുവോളം ഉണ്ട് എന്നതാണ് ഞങ്ങളുടെ ഒരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ വീണ്ടും പറയട്ടെ, ഒരു സംശയവുമില്ലാതെ തുടർ ഭരണത്തിന്റെ ഭാഗമായാണ് നമുക്ക് ഈ നേട്ടം നേടാൻ ആയത്. കേരളത്തിന്റെ സർവ്വമേഖലകളിലും തുടർഭരണം വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയെന്നതാണ് 1.5 മണിക്കൂറോളം നീണ്ട മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിന്റെ കാതൽ. ഗ്രാമസഭകൾ ചേർന്നും കുടുംബശ്രീയും സന്നദ്ധ പ്രവർത്തകരും സഹകരിച്ചുമാണ് അതിദരിദ്രരെ കണ്ടെത്തിയത്. ക്ഷേമ പെൻഷനുകളിലെ വർധനയും ആരോഗ്യ വിദ്യാഭ്യാസ രംഗങ്ങളിലെ മാറ്റങ്ങളും പിണറായി വിജയൻ എടുത്തു പറഞ്ഞു. ക്ഷേമ പെൻഷനുകൾ നൽകുന്നത് തങ്ങളാണെന്ന അവകാശവാദത്തിന് മറുപടിയില്ല എന്നായിരുന്നു കേന്ദ്രത്തിനുള്ള പരോക്ഷ വിമർശനം. ചിലർ പറയാണ്, ഇത് നിങ്ങൾ നടപ്പാക്കുന്നില്ല, ഞങ്ങൾ നടപ്പാക്കുന്നത്. ഞാൻ അത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നില്ല കേട്ടോ. ഇത് മുഴുവൻ സംസ്ഥാന പദ്ധതിയാണ്, വേറെ ആരുടെ ഇതുമല്ല. കേരളത്തിൽ വൻതോതിൽ നിക്ഷേപം നടത്താൻ ഗൾഫിലെ ഭരണകർത്താക്കൾ സന്നദ്ധത അറിയിച്ചിട്ടുണ്ടെന്നും MA യൂസഫലിയെ ആണ് അവരിൽ പലരും ചുമതലപ്പെടുത്തിയതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ലോക കേരള സഭയും മലയാളം മിഷനും കലാ കുവൈറ്റും ചേർന്നാണ് മുഖ്യമന്ത്രിക്ക് സ്വീകരണം ഒരുക്കിയത്. അറബി ക്ലബ്ബ് സ്റ്റേഡിയത്തിൽ നടന്ന പരിപാടിയിൽ ഇന്ത്യൻ എംബസി ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷൻ സഞ്ജയ് മലൂക്ക, സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ, ചീഫ് സെക്രട്ടറി A ജയതിലക്, ലുലു ഗ്രൂപ്പ് ഉടമ MA യൂസഫലി തുടങ്ങിയവർ സംസാരിച്ചു. മാതൃഭൂമി ന്യൂസ്, കുവൈറ്റ് സിറ്റി.